ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട് ഫാബ്രിക് പെയിന്റ് ചെയ്ത കോട്ടൺ സാരീസ് ഉണ്ടോയെന്ന്. അപ്പോൾ ഇന്ന് ഫാബ്രിക് പെയിന്റിങ് ചെയ്ത കോട്ടൺ സാരീസും അതുപോലെ തന്നെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത കോട്ടൺ സാരീസും കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ട സാരീസ് ഉണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യും. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. നമ്മളിന്ന് കാണിക്കുന്ന കോട്ടൺ സാരീസ് എല്ലാം ഡെയിലി വെയറിന് പറ്റിയ കോട്ടൺ സാരീസാണ്. അതിന് പല്ലുവിലും പിന്നെ ചെസ്റ്റിലും പിന്നെ താഴെ കാലിൻ്റെ അവിടെയും ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ റണ്ണിങ് പോർഷനിൽ ബോർഡറിലൊക്കെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് സ്കാറ്റർ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ മെയിൻ ഫോക്കസ് പല്ലുവും ചെസ്റ്റ് പോർഷനായിരിക്കും. ബാക്കി സ്ഥലത്തും കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ഉണ്ട്. എന്നാലും അപ്പോൾ ഇതിൽ കൂടുതൽ ഡിസൈൻസ് വേണം, ബോഡി ഫുൾ വേണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അത് പറഞ്ഞേച്ചാൽ മതി, നമ്മൾ അതുപോലെ ചെയ്തു തരും. അത് ഏത് മെറ്റീരിയലിലാണെങ്കിലും, കോട്ടൺ ആയാലും ഓർഗൻസ ആണെങ്കിലും സിൽക്ക് മെറ്റീരിയലാണെങ്കിലും, സിൽക്കിൽ ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും പെയിൻറ്റിങ് ചെയ്യണമെങ്കിൽ. അത് ആ ഫാബ്രിക് എൻ്റെ അകത്തോട്ട് എത്ര പെയിൻറ്റ് ചെയ്താലും അത് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇച്ചിരി സമയം എടുക്കുന്ന, ടൈം കൺസ്യൂമിങ് ആയിരിക്കും. നോർമൽ മെറ്റീരിയലിൽ പെയിൻറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം എടുക്കും സിൽക്ക് മെറ്റീരിയലിൽ പെയിൻറ്റ് ചെയ്യും. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞ് ടിപ്സ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സാണ്. നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഒരു പിങ്ക് സാരിയാണ്, പിങ്ക് കോട്ടൺ ചെക്കോട്ട സാരിയാണ്. അതിൻ്റെ അകത്ത് നല്ല ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ടുള്ള ഡിസൈനിങ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് അത്യാവശ്യം നല്ലോണം ഡിസൈനിങ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫുൾ ബോർഡറിൽ കൂടെ തന്നെ പെയിൻറ്റിങ് പോയിട്ടുണ്ട്. നമുക്ക് കണ്ടു നോക്കാം അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇതാണ് മുന്താണി വരുന്നത്. മുന്താണിയിൽ ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് വരുന്നത്. നല്ലൊരു പെയിൻറ്റിംഗ് ആണ്. ഓറഞ്ചും ഒരു ഓഫ് വൈറ്റും നടുക്ക് പൂമ്പൊടിയായിട്ട് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ലീവ്സിന് ഡബിൾ ഷെയ്ഡ് പെയിൻറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റും ഡാർക്കും ആയിട്ട് ഡബിൾ ഷെയ്ഡഡ് ആയിട്ടാണ് ലീവ്സ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലവറിനെ ഒന്ന് എംപോസ് ചെയ്ത് കാണിക്കാൻ, ആ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ബ്രൗൺ ഡോട്ട്സും ഈ പെറ്റൽസിന് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് ഈ ഫ്ലവർ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് മുന്താണിയിൽ ചെയ്തിരിക്കുന്നത്. റണ്ണിങ് പോർഷനിലായപ്പോൾ അതൊരു സിംഗിൾ ഫ്ലവർ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ അടുപ്പിച്ച് 4 ഫ്ലവർ ഇതുപോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഫ്രണ്ടിലെ ഷോൾഡർ പ്ലീറ്റിൻ്റെ ഇവിടെ വരുന്ന ഡിസൈനിങ് ആണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ബോഡി പോർഷനിൽ ഇങ്ങനെ ബോർഡറിൽ കൂടെ ഇങ്ങനെ ഇടവിട്ട് ഇതുപോലത്തെ ഇൻഡിവിജ്വൽ പാറ്റേൺ. ഇത് ചെസ്റ്റ് ഷോൾഡർ പ്ലീറ്റ് ഇവിടെ കഴിഞ്ഞെങ്കിൽ ഉടനെ തന്നെ ഇങ്ങനെ സിംഗിൾ ഡിസൈൻസ് വരുന്നുണ്ട്. 2 എണ്ണം ഇതുപോലത്തെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ ഗ്യാപ്പ് വിട്ടിട്ടാണ് അടുത്തത് വരുന്നത്. അപ്പം അങ്ങനെ ഫുൾ ബോർഡറിൽ കൂടി ഈ പാറ്റേൺ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കാണിച്ചു തരാം. ഇതുപോലെ ഫുൾ ഇപ്പോൾ ബോട്ടം പ്ലീറ്റ്സിലൊക്കെ ഈ ഒരു പാറ്റേൺ ഡിസൈൻ വരുന്നുണ്ടാകും. ഈ ഓൾമോസ്റ്റ് സാരി ഫുള്ളും പെയിൻറ്റിങ് നല്ല രീതിയിലുണ്ട്. കാലിൻ്റെ അവിടെ വരുമ്പോൾ കുറച്ചും കൂടി ഒരു വലിയ ഡിസൈനാണ് കാലിൻ്റെ അവിടെയും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളും പെയിൻറ്റ് ചെയ്ത് ബോർഡർ വൈസ് ഫുള്ളും പെയിൻറ്റ് ചെയ്തൊരു സാരിയാണ്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഉടുത്താലും നല്ല ഒത്തിരി തെറിച്ച് നിൽക്കുന്ന കളർ കോമ്പിനേഷൻ അല്ല നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു സട്ടിലായിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. പ്രായമുള്ളവർക്കും ഉടുക്കാൻ പറ്റിയ രീതിയിലാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1700 ആണ് ഇതിൻ്റെ റേറ്റ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഈ പൈസയ്ക്ക് ഇത് ശരിക്കും വർത്തായിട്ടുള്ളൊരു സാരിയാണ്. അടുത്തത് വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് സാരിയാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം കണ്ട സാരിയിൽ അത്രയും പെയിൻറ്റിങ് നമ്മൾ ചെയ്തിട്ടില്ല. വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ് വളരെ വലിയ ഡിസൈനിങ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. മുന്താണിയിലായാലും അതുപോലെ തന്നെ ഷോൾഡർ പ്ലീറ്റിലാണെങ്കിലും വലിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് മുന്താണിയുടെ ഒരു എൽ ഷേപ്പിലാണ് മുന്താണിയിൽ ഡിസൈൻ വന്നിരിക്കുന്നത്. ബ്ലൂവും പിങ്കും പേർപ്പിളല്ല ലാവൻഡർ ഇൻഡിഗോ ഷെയ്ഡും ഒക്കെ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മുന്താണിയിൽ എൽ ഷേപ്പിൽ വരുന്നു. നടുക്ക് ഒരു കുഞ്ഞ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ്. അപ്പം അഴിച്ചിടുവാണെങ്കിൽ ഇങ്ങനെ ഇത്രയും പോർഷൻ ഡിസൈനിങ് ആയിട്ടാണ് മുന്താണിയിൽ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് വലിയ ഡിസൈൻ തന്നെ ആയതുകൊണ്ട് തന്നെ നല്ല ഓഫ് വൈറ്റിൽ ഇത്രയും ബ്രൈറ്റ് കളേഴ്സ് അതിൻ്റെ എടുത്ത് നിൽക്കും. ഇതിൽ ഏത് കളർ വേണമെങ്കിലും നമുക്ക് ബ്ലൗസ് ഇടാവുന്നതാണ്. ഈ ബ്ലൂ വേണമെങ്കിൽ ഇടാം, പേർപ്പിൾ വേണമെങ്കിൽ ഇടാം, പിങ്ക് വേണമെങ്കിൽ ഇടാം. അതല്ല ഇപ്പോൾ ഗ്രീൻ വേണമെങ്കിൽ ഗ്രീൻ ആയാലും ഇട്ടാൽ നല്ലതായിരിക്കും.
അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ ഒരു പിങ്ക് ഫ്ലവേഴ്സ് ഇൻഡിവിജ്വൽ ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ വന്നിട്ട് ഇതുപോലെ ഒരു വലിയ ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിലാണെങ്കിൽ കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡിസ്റ്റൻസ് വിട്ട് കഴിഞ്ഞിട്ട് ഇതുപോലത്തെ ഒരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ പാറ്റേൺ അതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കളറ്. ആദ്യം ഇതിൻ്റെ അകത്ത് ബ്ലൂ ആയിരുന്നു വലിയ ഫ്ലവറിന്, ബാക്കി 2 ഫ്ലവറിന് വേറെ. ഇവിടെ വന്നപ്പോൾ അത് നേരെ മറച്ചായി. വലിയ ഫ്ലവറിന് പിങ്ക്, മറ്റേടത്ത് ബ്ലൂ, കുഞ്ഞു ഫ്ലവറിനാണ് ബ്ലൂ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അത് മാറി മാറി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് പിന്നെ കൊടുത്തിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് കാലിൻ്റെ അവിടെയാണ്. അപ്പോൾ കാലിൻ്റെ താഴത്തു നിന്ന് നോക്കുമ്പം ആ ഒരു ഭയങ്കര വലിയ പെയിൻറ്റിംഗ് ആണ് കാലിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു അട്രാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സാരി ഉടുത്ത് നിൽക്കുമ്പോൾ ചെസ്റ്റിലും പല്ലുവിലും കാലിലും നല്ലോണം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പെയിൻറ്റിങ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ ഏത് കളർ വേണമെങ്കിലും ബ്ലൗസ് പീസ് ഇടാം. അത് തന്നെ നമുക്കൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് താല്പര്യമാണെങ്കിൽ താഴെക്കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 1650 ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് രണ്ടുമാണ് ഇന്നത്തെ കോട്ടൺ സാരീസ്, പെയിൻറ്റിങ് ചെയ്ത സാരീസ്. ഇനി നമുക്ക് 2 എംബ്രോയിഡറി സാരീസ് കണ്ടു നോക്കാം. ആദ്യം തന്നെ ലൈറ്റ് ലാവൻഡർ സാരിയാണ്. ഇതൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. അതിൻ്റെ അകത്തും വളരെ സെറ്റിലായിട്ട് കളർ കോമ്പിനേഷനിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ ഇതിൻ്റെ അകത്ത് ലാവൻഡർ ഷെയ്ഡും ലൈറ്റ് ലാവൻഡർ, ഡാർക്കർ ഷെയ്ഡ് ലാവൻഡർ, ലാവൻഡറിൻ്റെ തന്നെ പർപ്പിളും എല്ലാ ഷെയ്ഡ്സും കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. എന്നിട്ട് ബേബി യെല്ലോ ഫ്രഞ്ച് നോട്ട്സും ലീവ്സ് ലൈറ്റ് ഗ്രീൻ ലീവ്സുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു എൽ ഷേപ്പിലാണ് മുന്താണിയിൽ പാറ്റേൺ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റണ്ണിങ് പോർഷനിൽ ഒരു കുഞ്ഞ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്, ഫുള്ളില്ല, ഒരു കുഞ്ഞ് ഡിസൈൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ വന്നിട്ട് ഇതുപോലത്തെ 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വന്നിരിക്കുന്നത്. അത് ഇച്ചിരി നീളത്തിലുണ്ടാകും. അപ്പോൾ ഫ്രണ്ട് ഫുള്ളും കവർ ചെയ്ത് നിൽക്കുന്ന രീതിയിൽ നീളത്തിലായിട്ട് ഫുൾ ഒരു 20 ഇഞ്ചസ് ഫ്രണ്ട് ഫുള്ളും നമ്മുടെ ഈ ഡിസൈൻ വരും. 2 ഡിസൈനാണ് ഷോൾഡർ പ്ലീറ്റിൽ വരുന്നത്. ഇതുപോലത്തെ തന്നെ ഒരു ഡിസൈൻ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ ലെഗ് പോർഷനിലും ഉണ്ട്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. ഇങ്ങനെയാണ് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ ഒരു സാരി നല്ല ബ്ലൗസ് പീസ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഡാർക്കർ ഷെയ്ഡ് പർപ്പിൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി ഉണ്ടാകും, എന്ന് വെച്ചാൽ ഒരു എടുപ്പുണ്ടാകും കാണാനായിട്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഈ കളർ തന്നെയായിരിക്കും നല്ലത്. ബാക്കിയുള്ള ഫ്ലവറിൻ്റെ കളർ ഇടുന്നേക്കാളും ഒന്നുകിൽ ഈ കളർ അതല്ലെങ്കിൽ ഈ സാരിയുടെ കളർ അതായിരിക്കും ഇതിന് മാച്ചിങ് ആയിട്ട് വരുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം. ഇതിൻ്റെ റേറ്റ് 1750 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ ഇതാണ് ഒരു സാരി. ഇനി അടുത്ത സാരി അത് ഇച്ചിരി ബ്രൈറ്റ് കളർ കോമ്പിനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷെ കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സാണ് സ്കാറ്റർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത സാരി. ഒരു ഡാർക്ക് ഓഷ്യൻ ബ്ലൂ കളർ സാരിയാണ്. ഇത് മുന്താണിയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. മുന്താണിയിൽ ഇതുപോലെ ഡിസൈൻ കുഞ്ഞു മോട്ടീവ്സ് ആണ്. ഓറഞ്ച് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ, ഡാർക്ക് ഒലി ഗ്രീൻ ആണ് ലീവ്സ് കൊടുത്തിരിക്കുന്നത്. ഇത് ലേസി ഡേസി ആണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ചും ഫ്രഞ്ച് നോട്ടും ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 3 മോട്ടീവ്സ് ആണ് പല്ലൂല് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് റണ്ണിങ് പോർഷനിലാണ്. റണ്ണിങ് പോർഷനിൽ ഇതുപോലത്തെ 2 ഡിസൈൻ ഉണ്ട്. കുഞ്ഞ് ഡിസൈൻ ആയതുകൊണ്ട് 2 റണ്ണിങ് പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 റണ്ണിങ് പോർഷനിലുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷോൾഡർ പ്ലീറ്റിലാണ്. ഷോൾഡർ പ്ലീറ്റിൽ അടുപ്പിച്ച് 4 തയ്ച്ചിരിക്കുന്നത്. ഇതുപോലെ 4 ഷോൾഡർ പ്ലീറ്റിൽ തയ്ച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാലിൻ്റെ അവിടെയാണ് പിന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. കാലിൻ്റെ അവിടെ 3 അടുപ്പിച്ച് തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെ മേലെ ആയിട്ട് 3 തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് കാലിൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 3 ഡിസൈൻ അടുപ്പിച്ച് കാലിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ അങ്ങനെയാണ്. കാലിൻ്റെ അവിടെ 3 ഫ്രണ്ടിൽ 4 റണ്ണിങ് പോർഷനിൽ 2 മുന്താണിയിൽ 3 അങ്ങനെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. അത് ഒത്തിരി ഹെവി വർക്കൊന്നും പറയാനില്ല ഈ സാരിയിൽ. മിനിമം വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് കളർ സെയിം കളറോ അല്ലെങ്കിൽ
വല്ല പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസസ്, ഓറഞ്ച് കളർ ഫ്ലോറൽ പ്രിന്റ് ആയിട്ടുള്ള ഓറഞ്ച് കളർ ബ്ലൗസ് പീസ് ഉണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും ഇതിന്. ഇതും റെഡി ഫോർ സീലാണ്. ഇതിൻ്റെ റേറ്റ് 1550 ആണ് ഇതിൻ്റെ റേറ്റ്. ഇന്നത്തെ 4 സാരിയിൽ ഏത് സാരിയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ താല്പര്യം എന്ന് വെച്ചാൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയയ്ക്കുക, പറഞ്ഞേച്ചാൽ മതി, നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.